ഹലോ എവരിവൺ, വെൽക്കം ടു AK ടോക്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് മേജർ കോഴ്സസ്, മൈനർ കോഴ്സസ്, അതേപോലെ തന്നെ അതെങ്ങനെയെല്ലാം തിരഞ്ഞെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു മേജർ കോഴ്സസിനെ പറ്റിയും മൈനർ കോഴ്സസിനെ പറ്റിയൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. മേജർ കോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോർ സബ്ജക്റ്റ് എന്താണോ അതാണ് മേജർ കോഴ്സസ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു എക്കണോമിക്സ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ എക്കണോമിക്സായി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സായിരിക്കും മേജർ കോഴ്സ്. അത് നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. അതുപോലെ വേറൊരു എക്സാമ്പിൾസ് നോക്കാമെന്ന് വെച്ചാൽ, നിങ്ങളൊരു ഇംഗ്ലീഷ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ മേജർ സബ്ജക്റ്റ് ഇംഗ്ലീഷ് ആയിരിക്കും. അതുപോലെ ഫിസിക്സ് ആണെങ്കിൽ നിങ്ങളുടെ മേജർ ഫിസിക്സ് ആയിരിക്കും. അങ്ങനെ ഏതൊരു സബ്ജക്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിലും ഇതേപോലെയാണ് വരിക. ഇപ്പോൾ നിങ്ങൾക്ക് മേജർ കോഴ്സ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്താണ് മൈനർ കോഴ്സ് എന്ന് നോക്കാം. ഇനി നോക്കാൻ പോകുന്നത് എന്താണ് മൈനർ കോഴ്സസ്. മൈനർ കോഴ്സസ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ 4 ഇയർ ഡിഗ്രിയിൽ മൈനർ കോഴ്സസ് നിർബന്ധമായി എടുത്തിരിക്കണം. അതായത് മുമ്പ് 3 ഇയർ ഡിഗ്രിയിലെല്ലാം മൈനർ കോഴ്സസ് അറിയപ്പെട്ടിരുന്നത് കോംപ്ലിമെൻ്ററി സബ്ജക്റ്റുകളായാണ്. അതായത് 3 ഇയർ ഡിഗ്രിയിൽ മെയിൻ സബ്ജക്റ്റിനൊപ്പം കോംപ്ലിമെൻ്ററി സബ്ജക്റ്റുകളും ഉണ്ടായിരുന്നു. എന്നാൽ 4 ഇയർ ഡിഗ്രിയിലേക്ക് വരുമ്പോൾ അത് മൈനർ സബ്ജക്റ്റുകളായാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, 4 ഇയർ ഡിഗ്രിയിൽ മുമ്പത്തെ പോലെ ഹ്യൂമാനിറ്റീസ്, സയൻസ്, കൊമേഴ്സ് എന്ന വ്യത്യാസമില്ലാതെ ഇഷ്ടമുള്ള മൈനേഴ്സ് എടുത്ത് പഠിക്കാവുന്നതാണെന്ന്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു BCom സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ കൊമേഴ്സ് സബ്ജക്റ്റുകളല്ലാതെ തന്നെ നിങ്ങൾക്ക് സയൻസോ അല്ലെങ്കിൽ BA പോലുള്ള സബ്ജക്റ്റുകളോ മൈനറായിട്ട് എടുക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു BCom സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സയൻസിലെ കെമിസ്ട്രി മൈനറായിട്ട് എടുക്കാവുന്നതാണ്. അതേപോലെ ഫിസിക്സോ ഇംഗ്ലീഷോ എക്കണോമിക്സോ എന്ത് വേണമെങ്കിലും മൈനറായിട്ട് എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ തിരിച്ചും, നിങ്ങളൊരു BA സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് BComലെ സബ്ജക്റ്റുകളോ അല്ലെങ്കിൽ സയൻസിലെ സബ്ജക്റ്റുകളോ മൈനറായിട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇതിൻ്റെ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ മേജർ എന്താണോ അത് നിങ്ങൾക്ക് ഒരിക്കലും മൈനറായിട്ട് സെലക്ട് ചെയ്യാൻ സാധിക്കത്തില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ഇംഗ്ലീഷ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ മേജർ ഓൾറെഡി ഇംഗ്ലീഷ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൈനർ കോഴ്സായിട്ട് ഇംഗ്ലീഷ് എടുക്കുന്നത് പോസിബിൾ അല്ല. നിങ്ങൾ വേറെ സ്ട്രീമിൽ നിന്നോ അല്ലെങ്കിൽ BA സബ്ജക്റ്റുകൾ എടുക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ഇംഗ്ലീഷ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് BA സബ്ജക്റ്റ് ആയിട്ടുള്ള ഹിസ്റ്ററി നിങ്ങളുടെ മൈനറായിട്ട് തിരഞ്ഞെടുക്കാം. അതേപോലെ എക്കണോമിക്സ് ആയിട്ടുള്ള സബ്ജക്റ്റും തിരഞ്ഞെടുക്കാം. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം, നിങ്ങളുടെ മൈനർ കോഴ്സസ് നിങ്ങൾക്ക് വേണമെങ്കിൽ മേജറായിട്ട് തിരഞ്ഞെടുക്കാം. അതായത് 1 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ മേജർ ഇഷ്ടപ്പെട്ടില്ലെന്ന് വെച്ചാൽ നിങ്ങൾ എടുത്തിരിക്കുന്ന മൈനർ ഏതാണോ ആ മൈനർ നിങ്ങൾക്ക് മേജറായി പഠിക്കാവുന്നുള്ള ഒരു പോസിബിലിറ്റിയും ഇവിടെയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ PGക്ക് നിങ്ങളുടെ മൈനർ കോഴ്സസ് പഠിക്കാം. അതായത് നിങ്ങളൊരു ഹിസ്റ്ററി സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ മൈനറായിട്ട് എടുത്തിരിക്കുന്നത് ഇംഗ്ലീഷ് ആണെങ്കിൽ നിങ്ങൾക്ക് PGക്ക് MA ഹിസ്റ്ററിക്ക് പകരം വേണമെങ്കിൽ MA ഇംഗ്ലീഷ് പഠിക്കാവുന്നതാണ്. ഇതെല്ലാമാണ് മൈനർ കോഴ്സുകളെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് എന്താണ് മൈനർ B ആൻഡ് മൈനർ C. അതായത് മൈനർ കോഴ്സുകളിൽ 2 ടൈപ്പ് വരുന്നുണ്ട്, മൈനർ Bയും മൈനർ Cയും. അതായത് നിങ്ങൾക്ക് മേജറിന് പുറമെ നിങ്ങൾക്ക് 2 മൈനർ കോഴ്സസ് തിരഞ്ഞെടുക്കാനുള്ള പോസിബിലിറ്റി ഇവിടെയുണ്ട്. അതായത് മൈനർ B, മൈനർ C. ചില കോളേജുകളിൽ മൈനർ B മൈനർ Cക്ക് പകരം വേറെ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് മൈനർ Bയോ മൈനർ C ആയിട്ട് തിരഞ്ഞെടുക്കാം. ഇതെല്ലാമാണ് മേജർ കോഴ്സുകളെയും മൈനർ കോഴ്സുകളെയും പറ്റി പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് MDCയെ പറ്റി അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആ വീഡിയോയും പോസ്റ്റ് ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നിങ്ങൾക്ക് ഈ ചാനൽ ആദ്യമായി കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.